നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്നത്തേക്കാ മോനെ തീയതി കുറിച്ച്? അത് ഇന്നേക്ക് 4-ാം ദിവസം കല്യാണം. അത് കഴിഞ്ഞാൽ പിന്നെ 8 മാസത്തേക്ക് നല്ല മുഹൂർത്തങ്ങളൊന്നും ഇല്ലെന്നാ തിരുമേനി പറഞ്ഞത്. രാജീവിന്റെ വീട്ടുകാർക്ക് കല്യാണം വേഗം നടത്തുകയും വേണം. അച്ഛാ, 4 ദിവസത്തിനുള്ളിൽ കല്യാണം നടത്താനോ? ഇങ്ങനെ എടുപിടിന്ന് കല്യാണം നടത്താൻ പണം എവിടുന്ന് കണ്ടെത്തും? അച്ഛന്റെ കയ്യില് പണമുണ്ടോ? എല്ലാവരും കൂടെ സഹകരിച്ച് നമുക്ക് ഈ കല്യാണം നടത്തണം. കൊള്ളാം. കൂടപ്പറപ്പിന്റെ കല്യാണക്കാര്യമാണ്, അതിന് സഹകരിക്കണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ. വീട്ടു ചെലവിനുള്ള വീതം കൂടി തന്നു കഴിയുമ്പോ എന്നെ കെട്ടിയിട്ടടിച്ചാ പോലും എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ലാത്ത അവസ്ഥയാണ്. കമ്പനിയിൽ അഡ്വാൻസ് ആയിട്ട് കുറച്ച് പൈസ ആവശ്യപ്പെട്ടാല് ജോലി നിർത്തി പോയിക്കൊള്ളാനാ പറയുന്നത്. ഈ അവസ്ഥയില് നിൽക്കുന്ന ഞാൻ എന്ത് സഹായിക്കാനാച്ചാ? ഹലോ, പറഞ്ഞോളൂ സാർ. ഇവിടെ റേഞ്ച് കുറവാണേ, ഒന്ന് മാറി. ഹലോ, ജോലിയും കൂലിയുള്ള ഏട്ടന്റെ അവസ്ഥ ഇതാണെങ്കിൽ എന്റെ കാര്യം എന്താന്ന് എല്ലാവർക്കും ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. അമ്മേ, എന്റെ കാര്യം എല്ലാവർക്കും അറിയാലോ. അനുജത്തിയുടെ കല്യാണം ഉറപ്പിച്ചു. അച്ഛനെ സാമ്പത്തികമായി സഹായിക്കണമെന്ന് എന്റെ ഭർത്താവെന്ന് പറയുന്ന കാലമാടനോട് പറഞ്ഞാലുണ്ടല്ലോ, അയാൾ ബെൽറ്റ് എടുത്ത് എന്നെ ഇടം വല അടിക്കും. ദുഷ്ടനയാള്, ദുഷ്ടൻ. എന്തിനാച്ചാ അങ്ങനെ ഒരാളുടെ കൂടെ എന്നെ കെട്ടിച്ചയച്ചത്? ഈശ്വര, എന്റെ ഈ അവസ്ഥ ഒരു പെണ്ണിനും വരാതെ നോക്കണം. സ്വന്തം കൂടപ്പിറപ്പിന്റെ കല്യാണത്തിന് പോലും സഹായിക്കാൻ പറ്റാത്ത ഒരു പാഴ് ജന്മമായി പോയല്ലോ ഭഗവാനെ. വിഷമിക്കാതെ. വേണ്ട ചേച്ചി, ചേച്ചി വിഷമിക്കരുത്. ചേച്ചിയുടെ അവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാവും. അച്ഛാ, എന്റെ സ്റ്റാർട്ടപ്പ് ബിസിനസ് തുടങ്ങിയിരുന്നെങ്കിൽ അച്ഛൻ ആരുടെ മുമ്പിലും കൈ നീട്ടേണ്ടി വരില്ലായിരുന്നു. ഈ കല്യാണത്തിന്റെ എല്ലാ ചെലവും ഞാൻ വഹിച്ചേന്. അച്ഛാ, കല്യാണത്തിന് എത്ര രൂപ ചെലവുണ്ടെന്ന് പറഞ്ഞാ മതി, ഞാനത് എന്റെ അച്ഛന്റെ കയ്യിൽ നിന്ന് വാങ്ങിത്തരാം. വേണ്ട വേണ്ട മോളെ. മോളങ്ങനെ പറഞ്ഞതിൽ അച്ഛന് സന്തോഷമുണ്ട്. ചന്ദ്രിക എല്ലാവരും സഹകരിച്ച് വേണം കല്യാണം നടത്തണമെന്ന് പറഞ്ഞത് പണത്തിന് വേണ്ടിയല്ല. കുറച്ച് ദിവസങ്ങളല്ലേ ഉള്ളൂ കല്യാണത്തിന്. അതിനിടയിൽ വീട്ടിലെ കാര്യങ്ങളും കല്യാണത്തിന്റെ കാര്യങ്ങളുമായി ധാരാളം ജോലികളുണ്ട്. അതുകൊണ്ട് എല്ലാവരും കല്യാണം വരെ ലീവെടുത്ത് വീട്ടിലെ കാര്യങ്ങൾ നോക്കി സഹകരിക്കണമെന്നാണ് ചന്ദ്രിക പറഞ്ഞത്. എല്ലാവരും കൂടെ നിന്ന് വന്ദനമുള്ള കല്യാണം നല്ല ഭംഗിയായി നടത്തി തരണം. അത് മാത്രം മതി. എന്തെങ്കിലും കുടുംബകാര്യങ്ങൾ പറയാൻ തുടങ്ങുമ്പോ അപ്പ വരും ഈ നശിച്ച ഫോൺ. എന്നാ അതിനനുസരിച്ച് ശമ്പളം തരുന്നുണ്ടോ? അതുമില്ല. കഷ്ടം. അയ്യോ, ഞാനങ്ങ് മറന്നു. പിള്ളേര് സ്കൂളിൽ നിന്ന് വരാൻ സമയമായി. തിരക്കിനിടയില് പേഴ്സ് എടുക്കാൻ മറന്നു. ബസ് കൂലി തന്നിരുന്നെങ്കിൽ ഞാനങ്ങോട്ട്. കല്യാണ ആവശ്യത്തിനുള്ള പണം കൊടുത്ത് സഹായിക്കാനാണ് പെട്ടി തുറന്നതെന്ന് മനസ്സിലായി. നന്നായി പ്രകാശേട്ടാ. എന്നാ അത്ര നന്നാവണ്ട. ഞാനേ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുഴുവനും കല്യാണത്തിനെടുത്ത് സഹായിക്കാനേ എന്റെ തലയ്ക്കിപ്പ പ്രാന്തൊന്നുമില്ല. ഇതേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് കേട്ടാ. ഇത് സൂക്ഷിച്ചു വച്ചില്ലെങ്കിലേ എല്ലാ പരീക്ഷകളും കൂടി കൊള്ളയടിച്ചു കൊണ്ടുപോകും. ഒന്നാമത് ഇവിടെ കല്യാണ മാമാകത്തിന് പൈസ ഇല്ലാതിരിക്കുക. പ്രകാശേട്ടാ,
ഇത് കുറച്ച് കൂടിപ്പോയി. ഉം. ഇതുവരെ നിങ്ങൾ ജീവിച്ചതും എന്നെ മോനെയും പോറ്റിയതും ഒക്കെ നിങ്ങളുടെ അച്ഛന്റെ പൈസ കൊണ്ടാ. അത് മറക്കരുത്. കല്യാണം നിങ്ങളുടെ കൂടപ്പറപ്പിന്റെയാ. സഹായിക്കാനുള്ള മനസ്സ് കാണിക്കണം. നീയേ ഒരു വീട്ടുജോലിക്കാരുടെ മോളല്ലേ? നിനക്ക് ആ നിലവാരത്തിലെ ചിന്തിക്കാൻ പറ്റൂ. ഈ പൈസയൊന്നും എനിക്ക് ഒറ്റയ്ക്ക് സൂഹിക്കാനുള്ളതല്ല. നിന്റെയും നിന്റെ മകന്റെയും ഭാവിയെ കരുതി സൂക്ഷിച്ചു വച്ചിരിക്കുന്നതാ. എന്റെ കെട്ടിയോളത് ഓർമ്മിക്കുന്നത് നല്ലതാ. എന്താ ഇപ്പൊ നിനക്കൊന്നും പറയാനില്ലേ? കാണില്ല. എടീ, ബുദ്ധി വേണം. വെറും ബുദ്ധിയല്ല, പ്രായോഗിക ബുദ്ധി. കല്യാണമൊക്കെ അങ്ങ് നടന്നോളും. നമ്മളിനി ശ്രദ്ധിക്കാനുള്ളത് അച്ഛന ഓട്ടോമൊബൈൽ കമ്പനിയിൽ നിന്ന് പിരിയുമ്പോൾ കിട്ടാൻ പോകുന്ന പൈസയെ കുറിച്ചാണ്. സർക്കാർ ജോലിയൊന്നും അല്ലെങ്കിലും PF ഒക്കെ ഉള്ളതുകൊണ്ട് നല്ലൊരു തുക കിട്ടാതിരിക്കില്ല. അത് എങ്ങനെ ഈ പെട്ടിയിലാക്കുമെന്ന് നീ ചിന്തിക്കേ. മതി, കേട്ടിട്ട് എന്റെ തല പെരുക്കുന്നു. ഒരു മനുഷ്യന് ഇത്രയ്ക്ക് സ്വാർത്ഥത പാടില്ല. സ്വാർത്ഥത അത് എല്ലാവർക്കും ഉണ്ട്. എടീ, വയസ്സുകാലത്ത് മക്കള് നോക്കിക്കോളൂന്ന് കരുതി മക്കളെ വളർത്തുന്നതിലും ഒരു സ്വാർത്ഥത ഇല്ലേ? എന്താ അതിന് സ്വാർത്ഥത എന്നല്ലേ പേര്? നിങ്ങൾ ഈ ജന്മം നന്നാവാൻ പോകുന്നില്ല. ഈ വീട്ടിൽ ആരെങ്കിലും ഒരാൾ നന്നാവുന്നുണ്ടെങ്കിൽ അത് ഈ പ്രകാശൻ മാത്രമായിരിക്കും. ഹലോ അമ്മ, ഞാൻ സതീശ. ആ മോനെ, കല്യാണ ഒരുക്കങ്ങളൊക്കെ എവിടം വരെയായി? എല്ലാം ഭംഗിയായിട്ട് നടക്കുന്നു. ക്യാഷിന്റെ കാര്യത്തില് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട. പറ്റുന്ന വിധത്തില് ഞാനും സഹായിക്കാം. അമ്മേ, ദേ ഇങ്ങേരുടെ വാക്കൊന്നും വിശ്വസിക്കല്ലേ. കയ്യിലൊരു 10 പൈസ എടുക്കാനില്ലെങ്കിലും തള്ളിനോ ഒരു കുറവുമില്ല. ദേ അമ്മേ, ഇങ്ങേരെ നമ്പിയാലുണ്ടല്ലോ പിന്നെ പോയി. മോളെ, സാമ്പത്തികമായിട്ടൊന്നും സഹായിക്കണ്ട. കല്യാണത്തിന് നിങ്ങളെല്ലാരും നേരത്തെ കൂട്ടി എത്തിയാ മതി. അതെന്ത് പറിച്ചില്ല അമ്മേ? ഞാനും സതീഷേട്ടനും വരാതെ ഈ കല്യാണം നടക്കൂ? ഞങ്ങള് നേരത്തെ എത്തും കേട്ടോ. നോക്കണേ. പിന്നെ സാമ്പത്തികമായിട്ട് ഇപ്പൊ ഞങ്ങൾക്ക് സഹായിക്കാൻ പറ്റിയില്ലെങ്കിലും മറ്റെല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലും ഞങ്ങളുണ്ടാവും. അമ്മ വിഷമിക്കേ വേണ്ട. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ മോളെ, ഒരു 100 കൂട്ടം ജോലി കിടപ്പുണ്ട്. വെച്ചോ 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 വെച്ചോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.